നമസ്തേ. നമസ്കാരം. എൻ്റെ കൂടെ ഇന്ന് രാമായണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉള്ളത് ധ്യാന ചൈതന്യ ആശ്രമത്തിലെ സദ്ഗുരു അനിൽ അനന്ത ചൈതന്യ അദ്ദേഹമാണ്. നമുക്ക് രാമായണ മാസം തുടങ്ങിയിപ്പം ഏകദേശം തീരാൻ പോകണം. 16-ാം തീയതി കൊണ്ട് തീരും. അപ്പം രാമായണത്തെക്കുറിച്ച് സ്വാമിയോട് ആധ്യാത്മിക കാര്യങ്ങളിൽ തൽപരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹവുമായിട്ട് നമുക്ക് സംസാരിക്കാം. രാമായണ മാസം വളരെ പ്രധാനപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ സമൂഹത്തിൽ. അതിൻ്റെ പാർട്ടിസിപ്പേഷൻ അത്രയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ രാമായണത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിനെ മാറ്റുക എന്നൊരു അർത്ഥമുണ്ട്. വെളിച്ചം പകരുക. അതെ, ഇരുട്ടിനെ രാമായണം രാവ് എന്നുള്ളത് മാറ്റുക എന്നുള്ളതാണ്. അജ്ഞാനത്തിൽ നിന്ന് വിവരത്തിൽ നിന്ന് ജ്ഞാനാഞ്ജന ശലാഘിയ ചക്ഷുരുന്മീലിതം മീന തസ്മൈ ശ്രീ ഗുരവി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗുരുവിൻ്റെ വചനം പോലെയാണ് നമ്മൾ ഈ രാമായണത്തെ വാൽമീകി എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ വചനങ്ങളായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് മറ്റൊരു അർത്ഥമുണ്ട്. രാമൻ്റെ അയനം എന്നൊരർത്ഥം കൂടിയുണ്ട് രാമായണത്തിന്. രാമൻ്റെ അയനം, രാമൻ്റെ യാത്ര, അയനം എന്ന് പറഞ്ഞാൽ യാത്ര എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. അപ്പോൾ ഈ രാമായണത്തെക്കുറിച്ച് പറഞ്ഞാൽ വിളിക്കുന്നവരാണെങ്കിലും പറയാൻ പറ്റുന്ന കാര്യമാണ്. ഭക്തിയെക്കുറിച്ചാണ്. ഭക്തി ഉണ്ടെങ്കിൽ അപ്പം അതിനകത്ത് ഈ ഭക്തൻ എന്ന് പറയുന്നത് ഹനുമാനെയാണ് ഭക്തനായിട്ട് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പല ക്യാരക്ടേഴ്സിനും ഈ രാമായണത്തിൻ്റെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് കഥ? ഈ ഒരു രാജകുമാരിയെ ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടു പോകുന്നു. ഈ തട്ടിക്കൊണ്ടു പോകുന്ന രാജകുമാരിയെ രാജകുമാരൻ രാക്ഷസനെ വധിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു. ഇത് ലോകം മുഴുവനുള്ള ഒരു നാടോടി കഥയാണ്. പക്ഷേ ആ കഥ ഭാരതീയ ആധ്യാത്മിക സങ്കല്പത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ യോഗശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ചിത്രീകരിച്ചപ്പോൾ അങ്ങനെ ഒരു മഹാഗുരു അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഉണ്ടായ ഒരു മഹാകാവ്യമായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. കഥ എല്ലായിടത്തും പ്രചാരത്തിലിരുന്ന നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ധർമ്മവുമായിട്ട് ബന്ധമുണ്ട്. വളരെയധികം തന്നെ ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹനുമാന്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നല്ലോ. ഹനുമാൻ എന്ന് പറയുന്നതാണ് ഭക്തൻ ആയിട്ട് അതിനകത്ത് കാണിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ രാമൻ്റെ ഭക്തനായിട്ട് ഹനുമാനെ കാണിക്കുന്നു. ധർമ്മം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നീചനായിട്ടുള്ള ഒരു വില്ലൻ, ആ വില്ലനാണ് അവിടെ വരുന്നത്. രാവണൻ, രാവണൻ്റെ നിഗ്രഹം എന്താണ്? അദ്ദേഹം കാണിച്ചിരിക്കുന്ന അനീതിയായിട്ട് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് എന്താണ്? ആയിട്ടുള്ള ഒരാളിൻ്റെ അന്യൻ്റെ ഭാര്യയെ കവർന്നെടുക്കുന്നു. അതൊരു വലിയൊരു തെറ്റാണ്.